ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികരണവുമായി സൈലം. ആര് ഉത്തരവാദികളായാലും അവർ പ്രതി ചേർക്കപ്പെടണം. സൈലത്തിന്റെ പേര് പറഞ്ഞ് ചിലർ പ്രശസ്തരാകാൻ ശ്രമിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കോടതിയിൽ പോയ സ്ഥാപനമാണ് സൈലമെന്നും ഡയറക്ടർ ലിജീഷ് കുമാർ യൂട്യൂബ് ലൈവിൽ പ്രതികരിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, എന്താണ് സൈലത്തിന്റെ വാദം? ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ആരോപണ വിധേയരായിട്ടുള്ള MS സൊല്യൂഷൻസും MS സൊല്യൂഷൻസിന്റെ സിഇഒയും ഈ രീതിയിൽ സൈലത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഞങ്ങളെക്കാൾ നന്നായി പ്രഡിക്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വേറെയുമുണ്ട്. ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്ന സ്ഥാപനമാണ് സൈലം. സൈലം ഉൾപ്പെടെയുള്ളവ ചോദ്യപേപ്പർ ചോർത്തുന്നതിൽ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കെതിരെ മാത്രമേ അന്വേഷണം നടത്തുന്നുള്ളൂ എന്ന ആരോപണമായിട്ടായിരുന്നു MS സൊല്യൂഷൻസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈലത്തിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് സൈലം ഡയറക്ടർ ലിജീഷ് അവരുടെ തന്നെ യൂട്യൂബ് പേജിൽ കൂടി ലൈവിൽ കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആര് ഉത്തരവാദികളായാലും അവരെ എല്ലാവരെയും പ്രതി ചേർക്കണമെന്നും അന്വേഷണത്തിനൊപ്പമാണ് സൈലം നിൽക്കുന്നതെന്നും സൈലത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ലിജീഷ് കുമാർ യൂട്യൂബ് ലൈവിൽ കൂടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിദ്യാഭ്യാസ മേഖലയെ പിന്തുണച്ചുകൊണ്ടാണ് സൈലം പ്രവർത്തിക്കുന്നതെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ സൈലത്തിനെതിരായ വിദ്വേഷ പ്രചാരണത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൈലത്തിന്റെ പേര് പറഞ്ഞ് പ്രശസ്തരാവാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച. ക്രിസ്മസിന് SSLC +1 പരീക്ഷകളുടെ വിവിധ ചോദ്യങ്ങൾ ചോർന്നുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൊടുവള്ളിയിലുള്ള MS സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് MS സൊല്യൂഷൻ സൈലത്തിനെതിരെയും രംഗത്ത് വന്നിരുന്നു. ആ സൈലത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു കുറ്റകരമായ അല്ലെങ്കിൽ ആരോപണമായിരുന്നു MS സൊല്യൂഷൻ പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് സൈലം ഏതൊരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. ഗോകുൽ, നിലവിൽ ഈ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർത്തിയത് MS സൊല്യൂഷൻസ് തന്നെയാണെന്ന ഒരു പ്രാഥമിക നിഗമനം ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ടല്ലോ. അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോടിലെ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാരൊക്കെ മൊഴിയെടുത്തിരുന്നു. കോഴിക്കോട് DDE, താമരശ്ശേരി DDE മുതലായ ആളുകളുടെ മൊഴിയെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഓണപരീക്ഷാ കാലത്ത് MS സൊല്യൂഷൻ ചോദ്യപേപ്പർ ചോർത്തി എന്ന പരാതി പറഞ്ഞിരുന്ന ചില താമരശ്ശേരി ഭാഗത്തുള്ള ചില സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെയും ഒക്കെ മൊഴിയെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ MS സൊല്യൂഷൻ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ചിനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ MS സൊല്യൂഷനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ സൈലം പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.